ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 83ാമത്തെ ദിവസമാണ്. അപ്പം ഇന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എല്ലാ തവണയും ഞാൻ ചെയ്യണ പോലെ തന്നെ ഇൻവേർഷൻ മെത്തേഡാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചലഞ്ച് എടുക്കുന്ന എല്ലാ ആൾക്കാരും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് സമയം കിട്ടുന്ന നേരത്ത്, രാവിലെ ആകാം, ഉച്ചയ്ക്കാകാം, അല്ലെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപാകാം, ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുക. അത് മുടി വളർച്ചയ്ക്ക് നല്ലോണം എല്ലാ വീഡിയോയിലും ഞാൻ ഇത് പറയാറുണ്ട്. അത് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ആദ്യമായിട്ടാണെങ്കിൽ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ അപ്പോൾ അവർക്കും കൂടി മനസ്സിലാകട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ എല്ലാ വീഡിയോസിലും ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത്. അപ്പം എൻ്റെ മുടി പെട്ടെന്ന് ജട കെട്ടുന്ന ടൈപ്പ് ഓഫ് മുടിയാണ്. അപ്പോൾ ആ ഒരു ജടയൊക്കെ കളഞ്ഞ് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം മുടി ബാക്കിലേക്ക് ഇട്ടു. ഇനി നന്നായിട്ട് ഈ ഒരു ബാക്കിലേക്കും കൂടി നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മുടി ഒന്ന് ബാക്കിലേക്കും കൂടി ചീകി കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം തലേദിവസം നൈറ്റ് ഓയിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയത്ത് ഹെയർ പാക്കിന് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുൻപായിട്ട് നിങ്ങൾക്ക് മുടിയുടെ ലെങ്തിലേക്കും കൂടി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ തൊട്ട് മുൻപേ ആയിട്ട് വേണമെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നൈറ്റ് ഓയിൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഈ ഒരു ഹെയർ പാക്കിന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മുൻപ് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ഹെയർ ഓയിലിംഗ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും കൂടി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് ഓയിൽ എടുത്താൽ മതിയാകും. ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം നൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ തന്നെ ഫോളോ ചെയ്യും. അതാണ് ഏറ്റവും കൂടുതൽ ആ ഒരു റിസൾട്ട് നമുക്ക് തരുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഹെയർ പാക്കൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഡേ 81 ചെയ്ത അതേ ഹെയർ പാക്ക് തന്നെയാണ്. ആ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു വീഡിയോ കയറി ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പം ഇനി ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ ഹെയർ പാക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാമായിരിക്കും എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളിലൊക്കെ. ഇനി നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ കയറി ഫുള്ളായിട്ട് കാണുക, എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഒന്നും കൂടി ചെയ്ത് കൊടുക്കൂ കേട്ടോ. അപ്പം അത് സ്കാൽപ്പിൽ എല്ലായിടത്തും ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് ഞാൻ മുടിയിലല്ല സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം, പകരം എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ യൂസ് ചെയ്ത ആ ഒരു ഫ്ലാക്സ് സീഡ് ജെല്ലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേര ജെല്ല് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തേൻ യൂസ് ചെയ്യാം. അപ്പം ഇത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചാണ് കേട്ടോ. നിങ്ങളുടെ മുടിക്ക് ഏതാണോ സ്യൂട്ടാകുന്നത് ആ ഒരു ചോയ്സിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ഇതിനനുസരിച്ചിട്ട് വേണം ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി എടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇവയൊന്നും ഇല്ലാതെ ഫ്ലാക്സ് സീഡ് ജെല്ലോ അലോവേരയോ അല്ലെങ്കിൽ തേനോ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ആ ഒരു ബാക്കിയുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രം അരച്ചിട്ട് യൂസ് ചെയ്താലും മതിയാകും. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ, അതായത് നമുക്ക് മുടി പോയി തുടങ്ങിയ ഏരിയയിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നല്ലോണം ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ. കാരണം ബനാനയിൽ എന്തെല്ലാം ഇത് വൈറ്റമിൻസും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ
കഴിക്കണ പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത്രത്തോളം ബെനിഫിറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെയർ പാക്ക് ഒരു അടിപൊളി ഹെയർ പാക്ക് തന്നെയാണ്. മുടി വളർച്ചയ്ക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്. കൂടാതെ നമുക്ക് ആ ഒരു ഡാൻഡ്രഫിനെയൊക്കെ കളയാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവയൊക്കെ മാറ്റിയെടുക്കാനും പുതിയ മുടികൾക്ക് കിളിർത്ത് വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ആവുന്നതാണ്. അപ്പം ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ ഈ ഒരു ഹെയർ കെയറിങ്ങിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്കാൽപ്പ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുടിയുടെ ലെങ്തിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണില്ല. അപ്പോൾ എന്നിട്ട് ഫുള്ളായിട്ട് മുടി മേലെ കെട്ടി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു അരമണിക്കൂർ ടു 1 മണിക്കൂർ വരെ വെച്ചേക്കാം. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യൽ. അതിന് ശേഷം നൈറ്റ് ഓയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നൈറ്റ് ഓയിൽ ചെയ്യുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഓയിൽ ചെയ്യുക. വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ കേട്ടോ.